അമേരിക്കൻ വിനോദസഞ്ചാരികളായ ജനായിയും റൈലിയും ഐസ്ലാൻഡിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. പഴയ ഫിലിം ക്യാമറ ഉപയോഗിച്ച് റൈലി ചിത്രങ്ങളെടുത്തു. ഒരു രാത്രിയിൽ ആകാശത്ത് അറോറ ബോറിയാലിസ് വിചിത്രമായി മിന്നിമറഞ്ഞ ശേഷം എല്ലാം മാറിമറിഞ്ഞു. പിറ്റേന്ന് രാവിലെ അവർ ഉണർന്നത് ഒരൊറ്റ മനുഷ്യനില്ലാത്ത ഒരു ലോകത്തേക്കാണ്. നഗരം, തെരുവുകൾ, കടകൾ എല്ലാം ശൂന്യം. റൈലി ഈ അവസരം ഒരു സാഹസികതയായി കണ്ടപ്പോൾ പഴയ ജീവിതം നഷ്ടപ്പെട്ട ജനായി കടുത്ത വിഷാദത്തിലായി. അങ്ങനെയിരിക്കെ അവർ നൈൽസ് എന്നൊരു വൃദ്ധനെ കണ്ടുമുട്ടി. വിധി മാറ്റാൻ കഴിയില്ല എന്ന അയാളുടെ മനോഭാവം ജനായിയുടെ അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതാക്കി. നൈൽസ് മരിച്ചപ്പോൾ അവനെ അടക്കം ചെയ്ത് റൈലി പറഞ്ഞു, ഇതാണ് നമ്മൾ ചെയ്യേണ്ട ശരി. രക്ഷപ്പെട്ടവരെ തേടി അലഞ്ഞ ജനായിക്ക് നിരാശ മാത്രം ലഭിച്ചു. പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് പൂർണ്ണമായും നിഷേധിക്കാനാകും എന്ന തിരിച്ചറിവോടെ അവൾ റെയിലിക്കായി കുറച്ച് ഫോട്ടോകൾ മാത്രം വെച്ച് ചൂടുവെള്ളമുള്ള ഒരു കുളത്തിൽ ആത്മഹത്യ ചെയ്തു. വേദനയിൽ തകർന്ന റൈലി അവളെ അടക്കം ചെയ്യാൻ പോലും നിൽക്കാതെ ഒറ്റയ്ക്ക് ആ ശൂന്യമായ ലോകത്തേക്ക് കാറോടിച്ചു പോകുന്നിടത്ത് കഥ അവസാനിക്കുന്നു. ഈ കഥ നൽകുന്ന സന്ദേശം: പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ശൂന്യ ലോകത്ത് ഒരു വ്യക്തിക്ക് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകാൻ കഴിയുമെങ്കിലും മറ്റൊരാൾക്ക് അത്തരമൊരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയാതെ സ്വയം ഇല്ലാതാകാം.